ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വൈ ദ സ്വിച്ചസ് യൂസ്ഡ് ഇൻ weighted resistor DAC are of single pole double throw type. ഓപ്ഷൻ എ പറയുന്നു ടു കണക്ട് ദ റെസിസ്റ്റൻസ് ടു റെഫറൻസ് വോൾട്ടേജ്. ഓപ്ഷൻ ബി പറയുന്നു ടു കണക്ട് ദ റെസിസ്റ്റൻസ് ടു ഗ്രൗണ്ട്. ആൻഡ് ഓപ്ഷൻ സി പറയുന്നു ടു കണക്ട് ദ റെസിസ്റ്റൻസ് ടു എയ്തർ റെഫറൻസ് വോൾട്ടേജ് ഓർ ഗ്രൗണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ടു കണക്ട് ദ റെസിസ്റ്റൻസ് ടു ഔട്ട്പുട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? വൈ ദ സ്വിച്ചസ് യൂസ്ഡ് ഇൻ വെയ്റ്റഡ് റെസിസ്റ്റർ DAC ആർ ഓഫ് സിംഗിൾ പോൾ ഡബിൾ ത്രോ ടൈപ്പ്, ദാറ്റ് ഈസ് SPDT ടൈപ്പ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ടു കണക്ട് ദ റെസിസ്റ്റൻസ് ടു എയ്തർ റെഫറൻസ് വോൾട്ടേജ് ഓർ ഗ്രൗണ്ട്. ടു കണക്ട് ദ റെസിസ്റ്റൻസ് ടു എയ്തർ റെഫറൻസ് വോൾട്ടേജ് ഓർ ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SPDT ആർ ഇലക്ട്രോണിക് സ്വിച്ചസ് കൺട്രോൾഡ് ബൈ എ ബൈനറി വേർഡ്. SPDT are electronic switches controlled by a binary word. If the binary input to a switch is 1, it connects the resistance to the reference voltage, and if the input is 0, the switch connects the resistor to ground. Okay, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് in a DA converter with binary weighted resistor a desired step size can be obtained by. ഓപ്ഷൻ എ പറയുന്നു സെലക്ടിംഗ് പ്രോപ്പർ വാല്യൂ ഓഫ് VFS. ഓപ്ഷൻ ബി പറയുന്നു സെലക്ടിംഗ് പ്രോപ്പർ വാല്യൂ ഓഫ് R. ഓപ്ഷൻ സി പറയുന്നു സെലക്ടിംഗ് പ്രോപ്പർ വാല്യൂ ഓഫ് RF. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ മെൻഷൻ. അപ്പോൾ ഇൻ എ D2A കൺവേർട്ടർ വിത്ത് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ എ ഡിസൈഡ് സ്റ്റെപ്പ് സൈസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് സെലക്ടിംഗ് പ്രോപ്പർ വാല്യൂ ഓഫ് RF. സെലക്ടിംഗ് പ്രോപ്പർ വാല്യൂ ഓഫ് RF. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the size of the steps depends on the value of RF. The size of the steps depends on the value of RF provided that the maximum output voltage does not exceed the saturation level of an op amp. അപ്പോൾ അതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ഡസ് നോട്ട് എക്സീഡ് ദ സാച്ചുറേഷൻ ലെവൽ ഓഫ് ആൻ ഓപ്പ് ആംപ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിറ്റർമൈൻ ദ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഇൻ എ 8-bit DAC ഫോർ 0 to 15 volt റേഞ്ച്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ പറയുന്നത് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 15.1, ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 15.2 volt, ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 14.5 volt, ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു 14.94. അപ്പോൾ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു ഫുൾ സ്കെയിൽ വോൾട്ടേജ് മൈനസ് LSB. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു ഫുൾ സ്കെയിൽ വോൾട്ടേജ് മൈനസ് LSB. അതിനനുസരിച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 14.94 volt. 14.94 volt. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ 3-bit weighted resistor DAC. ഓപ്ഷൻ എ പറയുന്നു although the op amp is connected in inverting mode, it can also be connected in non-inverting mode. ഓപ്ഷൻ ബി പറയുന്നു the op amp is simply work as a current to voltage converter. ഓപ്ഷൻ സി പറയുന്നു the polarity of the reference voltage is chosen in accordance with the input voltage. and ഓപ്ഷൻ ഡി പറയുന്നു none of the mention. അപ്പോൾ pick out the incorrect statement in a 3-bit weighted resistor DAC. Answer is option C, that is the polarity of the reference voltage is chosen in accordance with the input voltage. അതാണ് ഒരു 3-bit weighted resistor DACയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC? What is the disadvantage of binary weighted type DAC? ഓപ്ഷൻ എ പറയുന്നു റിക്വയർ വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ്. ഓപ്ഷൻ ബി പറയുന്നു ഹൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. ഓപ്ഷൻ സി പറയുന്നു ഹൈ പവർ കൺസപ്ഷൻ. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു സ്ലോ സ്വിച്ചിങ്.
അപ്പോൾ വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC? ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ഇറ്റ് റിക്വയർ വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ്. അതാണ് ഒരു ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC ആയിട്ട് എൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർ വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഫോർ ബെറ്റർ റിസൊല്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ദ ഇൻപുട്ട് ബൈനറി വേർഡ് ലെങ്ത് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. ആസ് ദ റിസൾട്ട് ഓഫ് ബിറ്റ് ഇൻക്രീസസ് ദ റേഞ്ച് ഓഫ് റെസിസ്റ്റൻറ്റ് വാല്യൂ ഇൻക്രീസസ്. അപ്പോൾ ഫോർ ബെറ്റർ റിസൊല്യൂഷൻ ഓഫ് ഔട്ട്പുട്ട് ദ ഇൻപുട്ട് ബൈനറി വേർഡ് ലെങ്ത് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. ആസ് ദ നമ്പർ ഓഫ് ബിറ്റ് ഇൻക്രീസസ് ദ റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസസ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആർ നോട്ട് പ്രിഫറബിൾ ഫോർ എ സിമ്പിൾ വെയ്റ്റഡ് റെസിസ്റ്റർ DAC? ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആർ നോട്ട് പ്രിഫറബിൾ ഫോർ എ സിമ്പിൾ വെയ്റ്റഡ് റെസിസ്റ്റർ DAC? ഓപ്ഷൻ എ പറയുന്നു ബൈപോളാർ ട്രാൻസിസ്റ്റർ, ഓപ്ഷൻ ബി പറയുന്നു വോൾട്ടേജ് സ്വിച്ചസ്, ആൻഡ് ഓപ്ഷൻ സി പറയുന്നു മോസ്ഫെറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ മെൻഷൻ. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആർ നോട്ട് പ്രിഫറബിൾ? ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. അപ്പോൾ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഡസ് നോട്ട് പെർഫോം വെൽ ആസ് വോൾട്ടേജ് സ്വിച്ചസ് ആൻഡ് MOSFET due to the inherent offset voltage when in saturation. Okay, bipolar transistor does not perform well as voltage switches and MOSFET due to the inherent offset voltage when in saturation. Okay. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഇൻവേർട്ടഡ് R2R ലാഡർ ക്യാൻ ഓൾസോ ബി ഓപ്പറേറ്റഡ് ഇൻ. ഓപ്ഷൻ എ പറയുന്നു ഇൻവേർട്ടഡ് മോഡ്, ഓപ്ഷൻ ബി പറയുന്നു കറണ്ട് മോഡ്, ഓപ്ഷൻ സി പറയുന്നു വോൾട്ടേജ് മോഡ്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നോൺ ഇൻവേർട്ടഡ് മോഡ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആയിരിക്കും, കറണ്ട് മോഡായിരിക്കും. ദ ഇൻവേർട്ടർ R2R ലാഡർ ക്യാൻ ഓൾസോ ബി ഓപ്പറേറ്റഡ് ഇൻ കറണ്ട് മോഡ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻവേർട്ടഡ് മോഡ് R2R ladder circuit works on the principle of summing current. The inverted mode R2R ladder circuit works on the principle of summing current. Therefore, it is said to operate in current mode. Therefore, it is said to be operate in current mode. Next question പറയുന്നത് which of the following circuit is considered to be linear? ഓപ്ഷൻ എ പറയുന്നു വെയ്റ്റഡ് റെസിസ്റ്റർ ടൈപ്പ് DAC, ഓപ്ഷൻ ബി പറയുന്നു R2R ലാഡർ ടൈപ്പ് DAC, ഓപ്ഷൻ സി പറയുന്നു ഇൻവേർട്ടഡ് R2R ലാഡർ DAC, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ മെൻഷൻ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് എമംഗ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് കൺസിഡേർഡ് ടു ബി ലീനിയർ? ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഇൻവേർട്ടർ R2R ലാഡർ DAC. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ current remain constant in each branch of ladder in inverted R2R ladder DAC. So, the constant current implies constant voltage. The ladder mode voltage remains constant even when the input data changes. So, inverted R2R ladder DAC is considered to be linear. അപ്പോൾ കറണ്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ലാഡർ ഇൻ ഇൻവേർട്ടഡ് R2R ladder DAC. So, the constant current implies constant voltage. The ladder mode voltage remain constant even when the input data changes. So, inverted R2R ladder DAC is considered to be linear. Okay. Next question പറയുന്നത് multiplying DAC uses. ഓപ്ഷൻ എ പറയുന്നു varying reference voltage, ഓപ്ഷൻ ബി പറയുന്നു വേരിയിങ് ഇൻപുട്ട് വോൾട്ടേജ്, ഓപ്ഷൻ സി പറയുന്നു കോൺസ്റ്റൻറ്റ് റെഫറൻസ് വോൾട്ടേജ്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ മൾട്ടിപ്ലൈയിങ് DAC യൂസസ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് വേരിയിങ് റെഫറൻസ് വോൾട്ടേജ്. അപ്പോൾ മൾട്ടിപ്ലൈയിങ് DAC യൂസസ് വേരിയിങ് റെഫറൻസ് വോൾട്ടേജ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് മൾട്ടിപ്ലൈയിങ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ. ഓപ്ഷൻ എ പറയുന്നു ഓൾ ഓഫ് ദ മെൻഷൻ, ഓപ്ഷൻ ബി പറയുന്നു ഡിജിറ്റലി പ്രോഗ്രാമബിൾ ഫിൽട്ടർ, ഓപ്ഷൻ സി പറയുന്നു ഡിജിറ്റലി പ്രോഗ്രാമബിൾ ഓസിലേറ്റർ, ഓപ്ഷൻ ഡി പറയുന്നു ഡിജിറ്റലി കൺട്രോൾഡ് ഓഡിയോ ആറ്റുനേറ്റർ. ഇപ്പോൾ മൾട്ടിപ്ലൈയിങ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ഡിജിറ്റലി കൺട്രോൾഡ് ഓഡിയോ ആറ്റുനേറ്റർ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ മൾട്ടിപ്ലൈയിങ് DAC ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ദ വോൾട്ടേജ് റെപ്രസെൻറ്റിംഗ് ദ ഇൻപുട്ട് ഡിജിറ്റൽ കോഡ് ആൻഡ് ദ ആറ്റുനേറ്റർ സെറ്റിംഗ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഡിജിറ്റൽ ലോജിക്. അപ്പോൾ ഇൻ മൾട്ടിപ്ലൈയിങ് DAC ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് ദ വോൾട്ടേജ് റെപ്രസെൻറ്റിംഗ് ദ ഇൻപുട്ട് ഡിജിറ്റൽ കോഡ് ആൻഡ് ദ ആറ്റുനേറ്റർ സെറ്റിംഗ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഡിജിറ്റൽ ലോജിക്. ഓക്കെ.
നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ഇൻ DAC. ഓപ്ഷൻ എ പറയുന്നു ലാഡർ നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി പറയുന്നു സക്സസീവ് അപ്രോക്സിമേഷൻ ടെക്നിക്, ഓപ്ഷൻ സി പറയുന്നു ബോത്ത് ലാഡർ ആൻഡ് സക്സസീവ് അപ്രോക്സിമേഷൻ ടെക്നിക്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ യൂസ്ഡ് ഇൻ DAC? ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ലാഡർ നെറ്റ്വർക്ക്. അപ്പോൾ DACയിൽ യൂസ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഡർ നെറ്റ്വർക്കാണ് DACയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ബൈ സെറ്റിലിംഗ് ടൈം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ബൈ സെറ്റിലിംഗ് ടൈം? ഓപ്ഷൻ എ പറയുന്നു ആക്യുറസി ഓഫ് കൺവേർഷൻ, ഓപ്ഷൻ ബി പറയുന്നു സ്പീഡ് ഓഫ് കൺവേർഷൻ, ഓപ്ഷൻ സി പറയുന്നു പ്രിസിഷൻ ഇൻ കൺവേർഷൻ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ മെൻഷൻ. ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ബൈ സെറ്റിലിംഗ് ടൈം? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് കൺവേർഷൻ. സ്പീഡ് ഓഫ് കൺവേർഷനാണ് ഈ തന്നിരിക്കുന്നതിൽ സെറ്റിംഗ് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സെറ്റിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിംഗ് ടൈം ഈസ് ദ ടൈം ബിറ്റ്വീൻ ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് കൺവേർഷൻ. ഇപ്പോൾ സെറ്റിംഗ് ടൈം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ദ ടൈം ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് കൺവേർഷൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് ഓഫ് കൺവേർഷൻ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർഷൻ്റെ ആ സ്പീഡിനെയാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫില്ലിംഗ് ഡാറ്റ ബിറ്റ്വീൻ ഇമ്പൾസസ് ഇൻ DAC ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ പറയുന്നു റീകൺസ്ട്രക്ഷൻ, ഓപ്ഷൻ ബി പറയുന്നു സാമ്പിളിംഗ്, ഓപ്ഷൻ സി പറയുന്നു ഇൻ്റർപൊളേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. ഇപ്പോൾ ഫില്ലിംഗ് ഡേറ്റ ബിറ്റ്വീൻ ഇമ്പൾസസ് ഇൻ DAC ഈസ് നോൺ ആസ്. ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഇൻ്റർപൊളേഷൻ. ഫില്ലിംഗ് ഡാറ്റ ബിറ്റ്വീൻ ഇമ്പൾസസ് ഇൻ DAC ഈസ് നോൺ ആസ് ഇൻ്റർപൊളേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ഓവർ സാമ്പിളിംഗ് DAC. ഓപ്ഷൻ എ പറയുന്നു PWM DAC, ഓപ്ഷൻ ബി പറയുന്നു ഡെൽറ്റ സിഗ്മ DAC, ഓപ്ഷൻ സി പറയുന്നു ബൈനറി വെയ്റ്റഡ് DAC, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു സ്വിച്ച്ഡ് റെസിസ്റ്റർ DAC. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ഓവർ സാമ്പിളിംഗ് DAC? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഡെൽറ്റ സിഗ്മ DAC. ഡെൽറ്റ സിഗ്മ DAC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബൈനറി വെയ്റ്റഡ് DAC. ഓപ്ഷൻ എ പറയുന്നു R2R ലാഡർ DAC, ഓപ്ഷൻ ബി പറയുന്നു PWM DAC, ഓപ്ഷൻ സി പറയുന്നു സ്വിച്ച്ഡ് റെസിസ്റ്റർ DAC, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു സാമ്പിളിംഗ് DAC. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബൈനറി വെയ്റ്റഡ് DAC? ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് R2R ലാഡർ DAC. R2R ലാഡർ DAC. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെഗ്മെൻറ്റഡ് DAC യൂസസ്. ഓപ്ഷൻ എ പറയുന്നു തെർമോമീറ്റർ കോഡഡ് പ്രിൻസിപ്പിൾ കൺവേർഷൻ ഓൺലി, ഓപ്ഷൻ ബി പറയുന്നു ബൈനറി വെയ്റ്റഡ് പ്രിൻസിപ്പിൾ ഓൺലി, ഓപ്ഷൻ സി പറയുന്നു ബോത്ത് തെർമോമീറ്റർ കോഡഡ് ആൻഡ് ബൈനറി വെയ്റ്റഡ് പ്രിൻസിപ്പിൾ, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ സെഗ്മെൻറ്റ് DAC യൂസസ്, ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ബോത്ത് തെർമോമീറ്റർ കോഡഡ് ആൻഡ് ബൈനറി വെയ്റ്റഡ് പ്രിൻസിപ്പിൾ. ബോത്ത് തെർമോമീറ്റർ കോഡഡ് ആൻഡ് ബൈനറി വെയ്റ്റഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഗ്മെൻറ്റ് DAC യൂസസ് ദ തെർമോമീറ്റർ കോഡഡ് പ്രിൻസിപ്പിൾ ഫോർ MSB ബിറ്റ്സ് ആൻഡ് ബൈനറി വെയ്റ്റഡ് പ്രിൻസിപ്പിൾ ഫോർ LSB ബിറ്റ്സ്. Segmented DAC uses the thermometer coded principle for MSB bits and binary weighted principle for LSB bits. Okay. Next question പറയുന്നു ability of analog output to move only in the direction of digital input move is known as. ഓപ്ഷൻ എ പറയുന്നു മോണോടോണിസിറ്റി, ഓപ്ഷൻ ബി പറയുന്നു റിസൊല്യൂഷൻ, ഓപ്ഷൻ സി പറയുന്നു സാമ്പിളിംഗ് റേറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഡൈനാമിസിറ്റി. അപ്പോൾ എബിലിറ്റി ഓഫ് അനലോഗ് ഔട്ട്പുട്ട് ടു മൂവ് ഓൺലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിജിറ്റൽ ഇൻപുട്ട് മൂവ് ഈസ് നോൺ ആസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് മോണോടോണിസിറ്റി. മോണോടോണിസിറ്റി. അപ്പോൾ എബിലിറ്റി ഓഫ് അനലോഗ് ഔട്ട്പുട്ട് ടു മൂവ് ഓൺലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിജിറ്റൽ ഇൻപുട്ട് മൂവ് ഈസ് നോൺ ആസ് മോണോടോണിസിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് SFDR സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ പറയുന്നു സ്പ്യൂരിയസ് ഫ്രീ ഡൈ ഇലക്ട്രിക് റേഞ്ച്, ഓപ്ഷൻ ബി പറയുന്നു സിഗ്നൽ ഫ്രീ ഡൈനാമിക് റേഞ്ച്, ഓപ്ഷൻ സി പറയുന്നു സ്പ്യൂരിയസ് ഫ്രീ ഡൈനാമിക് റേഞ്ച്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ SFDR സ്റ്റാൻഡ്സ് ഫോർ, ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് സ്പ്യൂരിയസ് ഫ്രീ ഡൈനാമിക് റേഞ്ച്. അപ്പോൾ SFDR indicates in dB and it is the ratio between powers of the converted main signal and undesired spur. Okay, SFDR indicates in dB and it is the ratio between powers of the converted main signal and undesired spur. Okay.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു MCQമായി കാണാം. ഇതുവരെയും ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു MCQമായി വരുന്നവരേക്കും ഗുഡ് ബൈ.